ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ വിശ്വസിക്കുന്നതാണ്, നാവിൽ പറയണതാണ് സംഭവിക്കുകയുള്ളൂ. അത് കാരണമാണ് നിൻ്റെ നാവിലാണ് ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നൽകിയിരിക്കുന്നതെന്ന് ദൈവം പറയണം. നാവിൽ പറയണത് സംഭവിക്കുക. അപ്പോൾ ഒരേ വാക്ക് സൂക്ഷിച്ച് സംസാരിക്കണം. അതാണ് പറയുന്നത്, നീ മറ്റുള്ളവനെ വിധിക്കരുത്. അവന് ഒരു കാലത്തും രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനല്ല രക്ഷപ്പെടാണ്ടിരിക്കണത്, നമ്മളായിരിക്കും. നെഗറ്റീവ് എന്ത് മറ്റുള്ളവരെ പറ്റി പറഞ്ഞാലും അത് നമുക്ക് സംഭവിക്കും കേട്ടോ. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ വിധിക്കരുത്. അപ്പോൾ ഒത്തിരി നാവിൽ ഓരോ വാക്ക് പറയുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാക്ക്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളെ വിളിച്ചേക്കണ തന്നെ അനുഗ്രഹം അനുഭവിക്കാനാണ്. അപ്പോൾ നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാക്കല്ലാണ്ട് ആരെപ്പറ്റി അവൻ അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മളീ സംഭവിക്കുമെന്ന് ഓർത്ത് സൂക്ഷിച്ച് സംസാരിക്കാവുള്ളൂ. അപ്പോൾ നാവ് ദൈവത്തിൻ്റെ ഉപകരണമാകട്ടെ നമ്മുടെ എല്ലാം. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. ഈ നിത്യജീവൻ്റെ വചനം പറയാൻ എല്ലാവരും എന്നോട് പറയും. നിത്യജീവൻ്റെ വചനം, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ ജീവൻ എപ്പോഴും നിത്യമായിട്ട് ജീവനോട് കൂടിയിരിക്കുക. അതല്ലേ, നമ്മളൊരു ജീവൻ ഉണ്ടായിട്ടല്ലേ, ഒരു ആത്മാവ് ഉണ്ടായിട്ടല്ലേ നമ്മളല്ലട്ടോ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ പിന്നെ അവരുടെ പേര് പറയണ്ടോ? ഇന്ന ആൾ മരിച്ചു പിന്നെ പറയണേ ബോഡി എപ്പോൾ കൊണ്ടുവരും? ഒരു സെക്കൻഡും കൊണ്ട് ആൾക്കാരുടെ മനസ്സ് മാറണ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ ആ ചേട്ടനെയോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിനെ ആ പേര് പറയാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പെട്ടെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ എപ്പോഴും എല്ലാ മനുഷ്യരും എപ്പോഴാണ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ടോ? ബോഡി പിന്നെ അത് ശരീരമായി, ശവശരീരമായി. അതിന് പേരും ഇല്ല, അതിനൊന്നും ഇല്ല. അതെന്ത് അത്ഭുതമാണെന്ന് ഓർത്തൊക്കെ. ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ആത്മാവ് വിട്ട് മാറി ആ ആത്മാവ് ദൈവത്തിയിട്ട് ചെന്ന് നമ്മൾ ആ വന്നെടുത്ത ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മൾ നിത്യജീവൻ പ്രാപിക്കും. അതാണ്. അപ്പോൾ നിത്യജീവൻ്റെ വചനമാണ് ബൈബിളിലുള്ളത്. അപ്പടി അല്ലാണ്ട് ഇനിയൊരു വചനം തന്നെയല്ല. യേശുവിൻ്റെ വചനം പാലിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കിട്ടണേ. ആ വഴി പറഞ്ഞു തരാനാണ് യേശുക്രിസ്തുവിനെ അയച്ചത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലണം വഴി. അതാണ് യോഹന്നാൻ 17:3 പറയും, ഏക സത്യ ദൈവമായ നിന്നെയും ദൈവത്തെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ ദൈവത്തിനെ അറിയുമ്പോഴാണ് നിത്യജീവൻ്റെ ഉടമയാകണം നമ്മൾ. യേശു പറഞ്ഞേക്കണത് ഞാനല്ല പറഞ്ഞേക്കണത്, എൻ്റെ പിതാവ് പറഞ്ഞതാണ് ഞാൻ പറയണുള്ളൂ. അപ്പോൾ ഞാനും പിതാവ് ഒന്ന് തന്നെയെന്ന് പറയണ്ട. അപ്പോൾ പിതാവും യേശുവും പറയണതെല്ലാം പിതാവ് പറയണത് മാത്രം വിചാരിക്കുന്നത് മാത്രം ചെയ്യാനാണ് യേശുക്രിസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടില്ല. അപ്പോൾ ആ പിതാവ് സകല മനുഷ്യരെ സൃഷ്ടിച്ച ലോകം സൃഷ്ടിച്ചേക്കണ പിതാവ്, നമ്മളെ സൃഷ്ടിച്ച പിതാവ് നമ്മൾ തിരിച്ചു ചെല്ലണം അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് പിതാവിൻ്റെ സന്നിധിയിലെത്തണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽപ്പെട്ട് മോഹത്തിൽപ്പെട്ട് ഈ കുറച്ച് നാളെ ഇവിടെയുള്ളൂ. ഈ സ്വർഗത്തിൽ ഒരു ദിവസം ഇവിടുത്തെ 1000 വർഷം അങ്ങനെ ഏതാണ്ടൊക്കെ കണക്ക്. അപ്പോൾ 1 മണിക്കൂർ 1000 മണിക്കൂറിന് അതുപോലെയാണ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിസ്സാര സമയത്തേക്ക് നമ്മളെ ഭൂമിയിൽ അയച്ചപ്പോൾ ഉള്ള കുഴപ്പമെല്ലാം ഉണ്ടാക്കി നിത്യജീവൻ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കുക. നമ്മളെല്ലാം കാര്യമായിട്ട് ചിന്തിക്കട്ടോ. ഇതെന്നാ നിത്യജീവൻ? ദൈവം ഉണ്ടോ? ഇതെന്നത് എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കളയണ്ട. മനുഷ്യൻ്റെ വിസ എപ്പോഴാണ് കിട്ടണമെന്ന് അറിയാൻ പാടില്ല. എപ്പോഴും നിത്യജീവൻ്റെ ഉടമയാകാൻ യേശുവരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ എല്ലാവരും ചോദിച്ച സാരി ആട്ടോ. ഇത് ബുക്ക് ചെയ്ത് വന്നേക്കണെയാണ്, റീസ്റ്റോക്ക് വന്നേക്കണെയാണ്. ബനാറസിൻ്റെ ക്രീമും റെഡും. ഇത് രസമുള്ള കോമ്പിനേഷന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വാളിറ്റിയൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോൾ ചോദിച്ചാലും 2-3 കിട്ടാറുള്ളൂ. ഇതേ ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ബോർഡർ. ഇതിൻ്റെ അത് ആദ്യം ഉടുക്കണ ഭാഗമാട്ടോ. ഇതാണ് ബ്ലൗസ് റെഡ്. ആദ്യം ഉടുക്കണ ഭാഗം ഈ ഇവിടെ ഫ്ലീസ് ഇങ്ങനെ ഉള്ളിൽ പോകുന്ന ഭാഗമാണ് ആ പ്ലെയിൻ വന്നേക്കുന്നത്. 2399 രൂപയുള്ളൂ. 2399. അപ്പോൾ സൂപ്പറാണ്. ഗ്രാൻഡ് സാരിയാണ് ഇത്. ഒരെണ്ണം പോലും ഒരു ദിവസം പോലും ഇരിക്കാറില്ല.
പെട്ടെന്ന് തീരും. ഇതിൻ്റെ പ്രിൻ്റുകൾ കാണിക്കാതെ ഒത്തിരി പ്രിൻ്റ് വന്നിട്ടുണ്ട്. പല പല പ്രിൻ്റ് ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടോ. കാരണം ഇത് വന്നാൽ പെട്ടെന്ന് തീരും. കാരണം ഒന്നാമത് ഇതിൻ്റെ ബേജ് കളറും കോൺട്രാസ്റ്റാ. ഇതിവിടെ വന്നപ്പോൾ പറയുകയും കൂടെ വേണ്ട. ഈ കോൺട്രാസ്റ്റിൽ ഏറ്റവും മനോഹരം ഈ റെഡാണ്. അതാണ് മുന്താണി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണ്. $2399 ആണ്. ഇത് ഇച്ചിരിയുടെ ഡാർക്ക് ഗോൾഡ്. ഇത് നമ്മൾ എടുത്തു വെച്ചോ. നമുക്ക് കല്യാണം നിങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഇത് അന്വേഷിക്കേണ്ട. ഇത് ഇവിടുന്ന് അയച്ച് കിട്ടുമ്പോഴത്തേന് ഏപ്രിൽ റെഡിയാക്കി വെക്കാം. വസന്തോത്സവം വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഒക്കെ വരട്ടെ. അത് തന്നെയല്ലേ അതിൻ്റെ ഇച്ചിരി പ്രിൻ്റ് വ്യത്യാസം. ആ കളറിൽ തന്നെ ഇച്ചിരിയുടെ ഡാർക്ക് ഗോൾഡൻ കളറ് പോലെ, ലൈറ്റ് ഗോൾഡൻ കളർ പോലെ. മറ്റേത് ഒരു ഓഫ് വൈറ്റ് പോലെയല്ലേ? അതെ. ഇത് മാത്രം. ഇനിയിപ്പോൾ ക്രീമിൽ ഗോൾഡ്. ക്രീമും ഗോൾഡിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അരികത്ത് ബനാറസ് ബോർഡർ. കനവും ഇല്ല, നെല്ലും അടിക്കില്ല കേട്ടോ. ഈ വൈറ്റ് കാണിക്കാം. മറ്റേതിനൊന്നും നെല്ലടിക്കില്ല. അതേ കണ്ടോ, വൈറ്റിന് പോലും നെല്ലടിക്കില്ല. അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും നെല്ലടിക്കില്ല. ഉടുക്കാൻ ഭയങ്കര പതുപതൂന്ന്. ഞാൻ ഒരെണ്ണം എടുത്ത് ബ്ലൗസ് കഴിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. ചുണ്ടിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടാവുന്നു. വേറെ ഒന്നുമല്ല, ചെറിയൊരിത്. അപ്പം അത് കാരണം പോയില്ല. തിന്നുമ്പോൾ എരിഞ്ഞാലോന്ന് ഓർത്തേ കൊതിച്ചിരുന്ന. പിന്നെ ഈ സമാധാനിക്കണ ഈ ആഴ്ച ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്. അതും പായസ കല്യാണമാണ്. കോട്ടയല്ലേ. വലിയൊരു സംഭവമായിട്ട് അടിപൊളി ഒരു സാരി. എൻ്റെ അമ്മ ഇതിനായിരിക്കും ഇനി ഇന്ന്. കോട്ടയിൽ അപ്പടി പെയിൻറ്റിങ് ആട്ടോ ഫുള്ള്. ഓർക്കണ്ട, പണ്ട് കാലത്ത് നമ്മൾ കോട്ടയിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണത്. ഞാൻ അങ്ങനെയൊക്കെ ഫേബ്രിക് പെയിൻറ്റിങ് മാറ്റി ആദ്യം പഠിപ്പിച്ചത് ഞാനായിരുന്നു. 1699 പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് പോകില്ല കേട്ടോ, ഫേബ്രിക് പെയിൻറ്റിങ്. മുന്താണി ഇത്. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. ബ്ലൗസിൻ്റെ കയ്യുടെ അരികത്ത് ഈ പൂവുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു പൂ എടുത്തിട്ടുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആണ്. സൂപ്പർ സംഭവം. പല പല പൂക്കളുണ്ടെന്ന് നോക്കിയേരെ. പണ്ട് കോട്ടയോ അങ്ങനത്തെ ഒരു മെറ്റീരിയലായിരുന്നു എല്ലാവരും ഫേബ്രിക് പെയിൻറ്റിങ് ചെയ്യണേ. ഇത് കോട്ടയിൽ അടിപൊളി സംഭവം. ഫങ്ഷനൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ദൂരെ ഈ വിലയ്ക്ക് നമുക്കിത് ചെയ്യിച്ചെടുക്കാൻ പറ്റൂല. റോസാപ്പൂ കടയിലാണ് എനിക്ക് ചെയ്യാനറിയാം. ഫേബ്രിക് പെയിൻറ്റിങ് ഞാൻ നസ്രയത്തിൽ പഠിച്ചതാണ്. പടമൊന്നും വേണ്ട എനിക്ക്. ഇങ്ങനെ വെള്ള കളറും ഡാർക്ക് കളറോട് ഇട്ടിട്ട് ലയിപ്പിച്ച് പടയില്ലാണ്ട് റോസാപ്പൂ എന്തോരം വലുതും മുട്ടും ഒക്കെ ചെയ്യാനറിയാം. ഒത്തിരി കാലമായി ചെയ്തിട്ട്. 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ഓക്കെ ആവുമല്ലോ, പഠിച്ചത് മുടക്കുമല്ലോ. ഇത് കണ്ടോ, പല കളേഴ്സുണ്ട്. ഒരു കളർ തന്നെ നോക്കിയാൽ കിട്ടില്ല കേട്ടോ. ഇതൊക്കെ സാമ്പിൾ സാരികൾ വന്നേക്കണയാ. പെട്ടെന്ന് തീരും കേട്ടോ. പെട്ടെന്ന് തീരും. 1699 ആട്ടോ. അടിപൊളി സാരിയാണ്. അത്യാവശ്യം ഫങ്ഷനൊക്കെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുകയും ചെയ്യാം. ബ്ലാക്ക് ഇടണമെന്ന് തന്നെ ഇല്ല. ഇതിലേതെങ്കിലുമൊക്കെ കളർ ബ്ലൗസ് ഇടാം. എന്ത് രസമല്ലേ കളർ കോമ്പിനേഷനൊക്കെ. ഇത് നന്നായിട്ട് ലയിപ്പിച്ച് നല്ല പെയിൻറ്റിങ്ങിൽ ഏറ്റവും വേണ്ടത് ലയന. ഈ ലയനം അയ്യോ, നസ്രയത്തിൽ ചെല്ലുമ്പോൾ സിസ്റ്റർ നോക്കണം ലയനം ശരിയായോ. ലയിപ്പിക്കാൻ പറയുന്നത്. ലയിപ്പിച്ച് ബ്രഷും കൊണ്ട് ശരിക്കും ആ ലയനം കറക്റ്റ് ആകുമ്പോഴാണ് നാച്ചുറാലിറ്റി കൂടുതൽ ഫീൽ ചെയ്യണേ. ഇനി നമ്മുടെ ടോൺ ടു ടോൺ ബനാറസിൻ്റെ കോപ്പർ ഇതുള്ള സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി. ഈ സാരിക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാട്ടോ. ഇതിന് ഇങ്ങനെ സ്ട്രൈസ് വന്നിട്ട് ഇതിന് നമ്മൾ റീസ്റ്റോക്ക് കാണിക്കണമെന്ന് തോന്നണേ. ഇത് കാണിച്ചിട്ടുണ്ടോ നമ്മൾ? ഇത് കാണിച്ചിട്ടില്ല അല്ലേ?
ഇത് കാണിച്ചിട്ടില്ല, വേറെ ഇതൊക്കെ കാണിച്ചേക്കണം. ഇതിന് എത്രയാണ്? 1399. നേവി ബ്ലൂ ആണ്, സൂപ്പറാണ്. ബ്ലൗസ് പീസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് പീസും ബനാറസ് തന്നെയാണ് കേട്ടോ. ബ്ലൗസ് എവിടെയാണ്? ഇതല്ലേ ബ്ലൗസ്? ഇതാട്ടോ, ബനാറസ് ലുക്ക് തന്നെ. സോഫ്റ്റ് എന്ന് വെച്ചാൽ അയ്യോ, കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഭയങ്കര വിലയുടെ കാഞ്ചീപുരം കല്യാണം കൊച്ചിന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ഒതുക്കി പിൻ ചെയ്ത് കുത്തിക്കാൻ പറഞ്ഞ പാട് ഒതുങ്ങില്ല. അതും ഇതും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എന്നാലും ചിലർ എനിക്ക് കാഞ്ചീപുരം വേണം. അങ്ങനെയല്ല, ഇതിൻ്റെ ഒറിജിനൽ എന്നാലും ഞാൻ മേടിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ സെയിം വെച്ച് നോക്കിയാലും ഉടുത്താലും കണ്ടാൽ സെയിമോ. അപ്പം നമുക്കിങ്ങനെ എനിക്ക് പറ്റൂല കേട്ടോ. നമ്മൾ കാണാത്തവർക്ക് കുഴപ്പമില്ല. ഈ 1399 കിട്ടണ സെയിം തന്നെ 13,000, 20,000, 40,000 ഈ മോശമായ തന്നെ. നമുക്ക് വില കൂടുന്തോറും ഒതുങ്ങുകയില്ല. ഉള്ളപ്പടി സ്പൈസ് ഉണ്ട്. സൂപ്പർ സംഭവം, അടിപൊളിയാണ്. കളറ് കോപ്പറിൻ്റെ കളറായിരുന്നു. 1399. കനോ ഇല്ല കേട്ടോ, ഒട്ടും കനയില്ല. കൂളിങ്ങാണ്. ഇത് കൊടുത്താൽ ഒറിജിനൽ കൊടുക്കണതിൻ്റെ അത്രയും ചൂടില്ല കേട്ടോ. ഞാൻ എൻ്റെ മേത്ത് വെച്ചേക്കുമല്ലേ, നല്ലൊരു റയോൺ വെക്കണ ഫീലിങ്സാണ്. കൂളിങ്ങാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല കൂളിങ്ങോ. ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. സൂപ്പർ സംഭവങ്ങൾ. ഇന്നത്തെ സാരി എല്ലാം ഗ്രാൻഡാട്ടോ, നല്ല സാരികളാണ്. നമുക്ക് നല്ല ഫങ്ഷന് വേറെ ഇങ്ങനെ സൂപ്പർ സംഭവങ്ങളൊക്കെ കിട്ടണമല്ല. എപ്പോഴും എനിക്ക് ഓഫ് സീസണിൽ ഒത്തിരി കിട്ടണം. ഈ സീസൺ ഓഫായി തുടങ്ങിയില്ലേ, അപ്പോൾ ഒത്തിരി വലിയ അടി വരില്ല എടുക്കുന്നിടത്തുമൊക്കെ. അപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി കിട്ടും. നമ്മുടെ കടയിൽ പിന്നെ എപ്പോഴും ദൈവം അനുഗ്രഹിച്ച മക്കളാണ്. അവർക്ക് ഓഫ് സീസൺ എന്നില്ല, സീസൺ ഒന്നുമില്ല. എപ്പോഴും ഫലമുണ്ട്, അവരിൽ സമൃദ്ധിയുണ്ട്. ദൈവം അനുഗ്രഹിച്ച ദൈവജന. അപ്പോൾ നമുക്ക് നല്ലത് കാണുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ കടയിൽ ഓണത്തിനോ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ ഒരു ദിവസം പ്രത്യേകിച്ച് വലിയ തിരക്കുണ്ടാകുന്ന കടയല്ല. എപ്പോഴും ആ തിരക്ക് ദൈവത്തിൻ്റെ കൃപയാലുണ്ട്. ഇന്ന സമയത്ത് ഇന്നത് അങ്ങനെ ആ ഓണത്തിന് ഡ്രസ്സ് എടുക്കണം മാത്രം അങ്ങനെയല്ല. നല്ല കളർ കേട്ടോ. ആ കോപ്പർ ഇതും സ്പൈസും വന്ന ആ ബാവഞ്ചി ബോർഡർ പോലെ ബനാറസിൻ്റേത്. 1399 സെമി സിൽക്കാട്ടോ. പക്ഷെ ഒറിജിനൽ കാഞ്ചീപുരം പുറത്ത് നിൽക്കുള്ളൂ. ഈ സൈസ് സാരികൾ പുറത്ത് പോയി ആൾക്കാരെടുത്തുകൊണ്ട് വന്നിട്ട് ഈ വില കൂടിയ നെയ്യുന്നിടത്ത് ഇങ്ങനെ വില കുറഞ്ഞത്. അപ്പം ഭയങ്കര വിലയ്ക്ക് 5,000-ത്തിനൊക്കെ. കാരണം 20,000-ൻ്റെ ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്കെന്ന് 5,000-ൻ്റെ മതിയോ? 5,000 പിന്നെ ഞാൻ പറഞ്ഞു 5,000 ഒന്നുമില്ല, ഈ സെമി സിൽക്കൊക്കെ ഇന്ന വിലയുള്ളൂ, കണ്ടാലും ഇതുപോലെ തന്നെ, അത് ഇച്ചിരൂടെ റഫാക്കിലേ ഉള്ളൂ. അങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റിൽ ഒത്തിരി വില വരില്ല കേട്ടോ, എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. സെമി സിൽക്കുകൾ എടുക്കുമ്പോൾ അധികം വില വരില്ലേ. അടിപൊളി നല്ല ഗ്രീൻ, അടിപൊളി ഗ്രീൻ. സൂപ്പർ. അതിൻ്റെ എല്ലാം ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം വെറൈറ്റി കളേഴ്സ് ആട്ടോ. ഏതെങ്കിലും കളർ മോശം തോന്നിയോ? എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ച്. സൂപ്പർ. എന്നാ വാടാമുല്ല അല്ലേ. ഇനി നല്ലൊരു സാരിയുടെ കോട്ടൺ അജ്രക്ക്, ഒറിജിനൽ അജ്രക്ക് പ്രിന്റിൻ്റെ. ഇത് ഒട്ടും കനമൊന്നുമില്ല കേട്ടോ. എന്താ ഭംഗി. ഇത് ഇങ്ങനെയാണ്, നെല്ലും അടിക്കില്ല.
ഇത് ബ്ലൗസ് പീസ് ഏതാ? സെയിം പ്രിൻ്റ് തന്നെയാട്ടോ ബ്ലൗസ് പീസ് കൊടുത്തേക്കണേ. എന്നതാ കേട്ടോ ബ്ലൗസ് പീസിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. അതിൻ്റെ തേരിന് ഇച്ചിരി സൈഡിൽ നൂല് വിട്ട് കിടക്കുന്നുണ്ട്. ഇതിനെത്രയാ? 1900 കേട്ടോ. ഇത് ഭംഗിയാ നോക്കി, അടിപൊളി. 1090 രൂപയുള്ളേ. വിത്ത് ബ്ലൗസ് ആണോ? അല്ല, ബ്ലൗസിന് വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പ്രിന്റ് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഇതിവിടെ സെയിം തന്നെയാണോ? സെയിം തന്നെ, സെയിം തന്നെ. എത്രയാണ് റേറ്റ്? 1900 രൂപയുള്ളൂ. നല്ല പ്യുവർ കോട്ടൺ അജറക്ക്, അടിപൊളി സാരി, അടിപൊളി ഒറിജിനൽ അജറക്ക്. 1900 രൂപ. ബ്ലൗസ് സെയിം പ്രിൻ്റ് കൊടുത്തേക്കണം. ഇതിൽ ഏതെങ്കിലും ബ്ലൗസ് ഇടാം കേട്ടോ. പ്രിൻ്റ് സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തേക്കണം. ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കണ്ട ചേച്ചോണ്ട് തന്നെ. ഫോട്ടോ എടുക്കണം കൊച്ചിനെ നോക്കിയാൽ നോക്കണ്ട. വീഡിയോയിൽ കുറേ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഒത്തിരി വർത്താനം പറയാനുള്ള ചുണ്ടിന് പ്രോബ്ലം ഉണ്ട്. 1900. ശക്തമായിട്ട് വർത്താനം പറയാം. വേറെ കുഴപ്പമൊന്നുമില്ല. പല്ലിൻ്റെ ഇടയ്ക്കാലും നാക്ക് ചുണ്ടിലൊരു സ്റ്റിച്ചറുണ്ട് വന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ പേ. 1900 കേട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ കോട്ടൺ. കാണിച്ചാണത്. ഈ കളറ് 2-3 പ്രിൻ്റ് ഉണ്ട്. ഈ കോട്ടൺ സാരിക്ക് ഇപ്പോൾ ഇവിടെ വലിയ ഡിമാൻഡാണ്. വേനലിൻ്റെ ആണോ? ഒത്തിരി പേര് എപ്പോഴും ഞാൻ ഓർക്കും മുസ്ലിംസ് ഏറ്റവും അധികം കോട്ടൺ സാരി ഉടുക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസ് കോട്ടയിലേക്കാണോ അധികം. ജാതി പറഞ്ഞതല്ല കേട്ടോ, ഒന്നും തോന്നരുത് എൻ്റെ ദൈവമേ. ഇവിടെ വരുന്ന ഇങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ സർവശക്തനിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്നാണ് യേശുമ്പുരാൻ. യേശുക്രിസ്തു എല്ലാവരുടെയും ദൈവം. സോഫ്റ്റ് സിൽക്കിലത് ഫുള്ള് ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയ്ഡറി, ഫുള്ള്. ബ്ലൗസ് ഇങ്ങനെ പോലും പ്ലെയിൻ ബ്ലൗസ്. ബ്ലൗസിൻ്റെ അരികത്ത് വല്ലതും ഉണ്ടോ പോലും? ബ്ലൗസിൻ്റെ അറ്റത്തൊന്നും കണ്ടില്ല. പ്ലെയിൻ ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ബോർഡറൊന്നും വലിയ ഭംഗിയില്ല. അത് ഡാർക്ക് ടീൽ ബ്ലൂ. ഫങ്ഷനൊക്കെ കൊടുക്കാം കേട്ടോ. 1599. ഒരു സോഫ്റ്റ് സിൽക്ക്. നെല്ലടിക്കുമെന്ന് നോക്കട്ടെ. നെല്ലൊന്നും അടിക്കില്ല. ഇതേ 1599 ആട്ടോ. സിൽക്കിലാട്ടോ. നല്ല കളർ ചാർട്ടാ. ഇതേ 1599. എന്തോരം ഉണ്ട്, കുറേ അല്ല, ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലൗസാണോ? അല്ല അല്ലേ? ആ, ഉള്ളിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അകത്തി ഉള്ളി പോണ പ്ലീസിൽ അകത്തി എംബ്രോയ്ഡറി കാണിച്ചു തരാം. 2 വശമുണ്ട്. അവിടെ ഇങ്ങനെ, ഇപ്രവശം ഇങ്ങനെ ഉണ്ടോ? അല്ല, ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അല്ല, വീഡിയോയിൽ പ്ലീസിൽ ആ ഉള്ളി പോകുന്നിടത്ത് മാത്രമാട്ടോ ഈ അകത്തി ഇതുള്ളൂ. 1599. അടിപൊളി സംഭവമാട്ടോ. നല്ല സോഫ്റ്റ് സിൽക്ക്. എംബ്രോയ്ഡറി സാരിയും കട്ട് വർക്കും ഒക്കെ ഇന്നും ചോദിച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലൈലാക്ക് കളറിൽ പ്ലെയിൻ ബ്ലൗസ് പീസ്. ഈ ബ്ലൗസ് പീസ് തന്നെ ഇട്ടാൽ മതി. കുറേ കളർ ചാർട്ടുണ്ട് കേട്ടോ. അടിപൊളി സാരികളാട്ടോ, അടിപൊളി.
സാരിയാണ്, നല്ല സിൽക്ക്, നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കളേഴ്സ് നല്ലതാണ്, കനവുമില്ല, നെള്ളും അടിക്കില്ല. അങ്ങനെ അടിപൊളി സാരിയാണ് ഇത്. ഉള്ളപ്പടി ഇങ്ങനെ ചുങ്കടി ഇടയ്ക്കുണ്ട്, ത്രെഡ് വർക്കും ഉണ്ട്, കാന്താ വർക്കും ഉണ്ട്. ഇതിലില്ലാത്ത ഒന്നുമില്ല. ബ്ലൗസ് ഇതാണെന്ന് കോൺട്രാസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഈ വർക്ക് തന്നെയാണ് കേട്ടോ, പ്ലെയിൻ അല്ല, ഈ വർക്കാട്ടോ. ഇതാ ഇതല്ലേ പുറം ഇത് 999 രൂപയുള്ളൂ ഈ സാരിക്ക്. സാരി പെട്ടെന്ന് തീരും കേട്ടോ, ഈ വിലയായത് കാരണം 999 രൂപയുള്ളൂ. 999 ട്രിപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഏതോ കൊച്ചനെ ഒന്ന് ബോധവൽക്കരിച്ച് ട്രിപ്പിളാക്കിയതാണ്. എന്തോരം പേരെ എന്നെ സഹായിക്കണേ. എൻ്റെ വ്യക്തിത്വത്തെ യേശുമ്പരാനാട്ടോ നമ്മളത്. പക്ഷെ മറ്റുള്ളവർ കൂടി അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിന് എല്ലാത്തിനും ബ്ലൗസ് പീസ് ഉണ്ടല്ലേ. വേറൊന്ന് കാണിച്ച് കുറഞ്ഞിട്ടപ്പോൾ എല്ലാത്തിനും സെയിം ബ്ലൗസ് പീസാണോ? അപ്പോൾ ബ്രൗണിൻ്റെ ഒക്കെ എന്ത് ചെയ്യും പോലും കാണിച്ചു കൊടുക്കാം. അജ്രക്കിൻ്റെ ബ്രൗൺ പറഞ്ഞാൽ എടുക്കേണ്ട വരും. അജ്രക് പ്രിൻ്റ് കാണിച്ചതിനെല്ലാം ബ്ലൗസ് പീസ് ഉണ്ട്. പേപ്പർ കുറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് പേപ്പറിൻ്റെ കൂടെ ബ്ലൗസ് പീസും താഴെ കിടക്കുവാണ്. അവിടെയുള്ള എല്ലാം 10 ബ്ലൗസ് എല്ലാത്തിനും സെയിം പോലെ കാണിച്ചു തരാം കേട്ടോ. ഇതിന് 999. ഞാനും ഓർത്തു കേട്ടോ, അതിന് വേറെ ഒരു പ്രിൻ്റ് ബ്ലൗസൊക്കെ ആയിരുന്നെങ്കിൽ രസമായിരുന്നു എന്ന് മനസ്സിലോർത്തു. പിന്നെ പറഞ്ഞില്ല. ഇങ്ങനെയാണല്ലോ കിട്ടിയതും കൊണ്ട് തൃപ്തിപ്പെടാമെന്നൊക്കെ ഓർത്തു. ഇതാട്ട ബ്ലൗസ് പീസ്. ഇതിന് ഇങ്ങനെ ത്രെഡ് വർക്കുള്ള ബ്ലൗസ് പീസാണ്. നല്ലൊരു നല്ലൊരു വിലയ്ക്ക് നല്ലൊരു സാരിയാണ്. 999 ഉള്ളൂ. അതെ, ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച തന്നെ സമ്മാനം എടുക്കും. വീഡിയോ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ ഓപ്ഷൻ ഉണ്ടല്ലോ ഷെയർ, അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് കിട്ടും. യൂട്യൂബിൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്ന് നോട്ടിഫിക്കേഷൻ വരും. ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യണം. എന്നിട്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഒന്ന് ആ ഓർഡർ ത്രൂ എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ഇട്ട് കൊടുത്തരാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഷെയറിങ് ഒക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സമ്മാനം കിട്ടണ കൂടാണ്ട് യേശുമ്പരാൻ നിങ്ങളെ ആ ചെയ്യണേന് ദൈവം നിങ്ങൾ നിറഞ്ഞ് അനുഗ്രഹിക്കും. ഇതാട്ടോ ബ്ലൗസ് പീസ്. നല്ല കോമ്പിനേഷനുകളല്ലേ. ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനും ഉണ്ട് എല്ലാത്തിലും. ഡിസൈൻ ചിലതിൽ വ്യത്യാസമാട്ടോ. ഇതിങ്ങനെ ആദ്യം കാണിച്ചതിലൊക്കെ ഡിസൈനും ഇല്ലായിരുന്നോ സംശയം. ഇതിൻ്റെയൊക്കെ അകത്ത് ഇങ്ങനെ ഡിസൈനുകളുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്. ഡിഫറെൻ്റ് ഡിസൈനാണ്. ചിലതിന് ഈ ഡിസൈനും ചിലതിന് ആ ഡിസൈനും. വിലയാകെ 999 ഉള്ളൂ കേട്ടോ. ബ്ലൗസ് ഞാൻ പറഞ്ഞില്ല മഞ്ഞയിൽ. ഇതാണ് ബ്ലൗസ് പീസേ. ഇതിനെ മാത്രം ആ പ്രിൻ്റ് ഒരെണ്ണം വ്യത്യാസപ്പെട്ടോടെയാണ്. ഇനി നമ്മൾ സാരി, വേറൊരു സാരി ഇത് കണ്ടിട്ട് അവരാരും ഇതിൻ്റെ വില അംഗീകരിച്ചില്ലായിരുന്നു. ഞെട്ടിപ്പോയി എല്ലാവരും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണില്ല വില എന്ത് വിലയുണ്ടെന്ന് പറയാമോ? ബ്ലൗസ് പീസ് നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് പീസ് എന്നതാ? പ്ലെയിൻ ആണോ? ഇത് മുന്താണിയല്ലേ? അതെ. ബ്ലൗസ് സെയിം ആട്ടോ ബ്ലൗസ് കൊടുത്തേക്കണേ. സെയിം തന്നെയാണ് ബ്ലൗസ് കൊടുത്തേക്കണേ. വെള്ള സിൽവർ ബ്ലൗസോ അങ്ങനെയൊക്കെ ഇട്ടാലും നല്ലതാണ്. സെയിം ഇട്ടാലും കുഴപ്പമില്ല. റേറ്റ് എത്ര? 1099 ഉള്ളൂ. കണ്ടാൽ ഭയങ്കര ഗെറ്റപ്പല്ലേ? 1099 സൂപ്പറല്ലേ? നല്ല കളർ ചാർട്ടും ആട്ടോ. സെമി സിൽക്കാണ്. ഈ കുട്ടേൻ്റെ രസം ആകെ 1099 ഉള്ളൂ.
കളറും സാരിയൊക്കെ കൊടുത്താൽ നല്ല കേട്ടപ്പോൾ അടിപൊളിയാണ്. പീച്ച് 1099 ഉള്ളൂ കേട്ടോ. നല്ല പീച്ച് എന്ന് പറയാം, പക്ഷെ ഒരു ഫ്ലഷ് കളറ് ഭയങ്കര ഗ്രാൻഡ് കളറാണ്. ഇപ്പോഴത്തെ ഒരു വെറൈറ്റി കളറാണ്. ഈ കുറേ പ്ലെയിൻ സാരി കാണിക്കാവേ. എത്രയാ? സോഫ്റ്റ് ഒരു സോയാ സിൽക്ക് പോലെയൊക്കെ ഇരിക്കണം. 250 ഇത് 250 ഉള്ളൂ കേട്ടോ. വിത്ത് ബ്ലൗസൊന്നും ആയിരിക്കില്ല, 5 മീറ്റർ ആയിരിക്കും. പക്ഷെ നമുക്ക് സാരിയായിട്ട് പ്രിൻ്റ് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാം. കളേഴ്സ് നോക്കി കേട്ടോ. ബോട്ടിൽ ഗ്രീൻ, ഗോൾഡൻ കളറൊക്കെ വെച്ച് നേവി ബ്ലൂ, എന്തെങ്കിലും അച്ചറപ്രിൻ്റെ ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് 250 ഉള്ളൂ. മറ്റേത് കാണിക്കാം, അത് കാണിക്കും. ഇതിൽ നിന്നൊരു ബ്രൗൺ എടുക്കാൻ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? ഇത് ബ്ലൗസ് പീസ് ഇതാക്കാം. ഒരു ബ്രൗൺ സാരി ഇതിൽ നിന്ന് എടുത്ത് തരാമോ? ഇതിൽ നിന്ന് അടിയുന്നു. ഇതാണ് ബ്ലൗസ്. സെയിം ഡിസൈൻ എല്ലാത്തിനും സെയിം ഡിസൈൻ. ഷൂസ് പേപ്പർ ആടി സെയിം അല്ലല്ലോ ബ്ലൗസ് എന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഓർക്കുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴാണ് കെട്ടുപൊട്ടിച്ചതെല്ലാം. ഇതിന് 1099 ബ്ലൗസ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യണ ആരും മറക്കരുത്. അതുകൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.